Hi all, welcome to ONCE. Mathematics for Electrical Science and Physical Science 1 എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. അതിലൊരു ടോപ്പിക്കാണ് ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്. ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞു മെട്രിക്സ് ആയിരുന്നു. ഫസ്റ്റ് മോഡ്യൂൾ മെട്രിക്സ് ആണ്. മെട്രിക്സിന്റെ പല ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ടോപ്പിക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ലീനിയർ ഡിപ്പെൻഡൻസി. എന്താണ് ലീനിയർ ഡിപ്പെൻഡൻസി? ലീനിയർലി ഒരു വെക്ടർ മറ്റൊരു വെക്ടറിന് ഡിപ്പെൻഡന്റ് ആവുന്ന കണ്ടീഷനെയാണ് ലീനിയർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇത് തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂലാണ്. നമുക്ക് വേണ്ടത് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കാം. ഓക്കെ, സോ ലീനിയർ ഡിപ്പെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഷോ ദാറ്റ് യൂസിംഗ് ദ മെട്രിക്സ് ദ വെക്ടേഴ്സ് x1 1 2 -1 4 ആൻഡ് x2 2 4 3 5 ആൻഡ് x3 -1 -2 6 -7 ഫോം എ ലീനിയർലി ഡിപ്പെൻഡന്റ് സിസ്റ്റം. അതായത് ഈ വെക്ടേഴ്സ്, ഓരോ വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോരോ സ്പെസിഫൈഡ് നമ്പർ എന്ന രീതിയിൽ റോ വൈസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് ഇത് എന്താണ് ലീനിയർലി ഡിപ്പെൻഡന്റ് സിസ്റ്റം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ആദ്യം വേണ്ടത്. സോ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സ്, ജനറലി ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തിട്ട് ഇതിനെ മെട്രിക്സിന്റെ ഫോമിൽ അറേഞ്ച് ചെയ്യുക. എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വെക്ടേഴ്സും ഓരോ മെട്രിക്സിന്റെ ഓരോ റോ വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. മെട്രിക്സിന്റെ ഓരോരോ സിംഗിൾ ഓരോ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുക. എങ്ങനെയൊക്കെയാണ്? 1 2 -1 4 1 2 -1 4. ദെൻ അടുത്ത് പറയുന്നത് 2 4 3 5 2 4 3 5. ദെൻ അടുത്ത് പറയുന്നത് -1 -2 6 -7. എന്താ ചെയ്തത്? ഓരോ വെക്ടേഴ്സ് തന്നിരിക്കുന്ന ഓരോ വെക്ടേഴ്സ് ഒരു സ്പെസിഫൈഡ് മെട്രിക്സിന്റെ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുക. 1 2 -1 4 then 2 4 3 5 then -1 -2 6 -7. ദെൻ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എക്കലോൺ ഫോമിലേക്ക് ഇനി കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാണ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക? എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റോ വൈസ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് റോ വൈസ് ഓപ്പറേഷൻസ്? റോ വൈസ് ഓപ്പറേഷൻസ് ചെയ്യുകയും വേണം. അതിനോടൊപ്പം ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെന്റ് പോയിട്ട് ബാക്കി രണ്ട് എലമെന്റ് എന്താക്കണം? 0 ആക്കണം. ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെന്റ് പോയിട്ട് ബാക്കി രണ്ട് എലമെന്റിനെ എനിക്ക് എന്താക്കണം? 0 ആക്കണം. അതിന് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടി വരിക? R2 tends to R2, രണ്ടാമത്തെ റോ ഇവിടെ 2 ആണ്. സോ 2 - 2 വന്നാലാണ് എന്തായി മാറുക? 0 ആയി മാറുക. സോ എന്ത് വരും? R2 - 2R1. ഓക്കെ, 2 മൈനസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2R1 എന്നായി മാറും. ദെൻ R3 tends to മൂന്നാമത്തെ റോ R3 tends to R3 മൈനസ് R3 എന്താണ്? -1. -1 കൂടെ +1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. അപ്പോൾ R3 + R1. ഓക്കെ അല്ലേ? R3 + R1. സോ ഈ രണ്ട് ഓപ്പറേഷൻസും ആദ്യം നമുക്ക് ചെയ്യാൻ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. സോ എ എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യത്തേല് ഒന്നും സംഭവിക്കില്ല. ആദ്യത്തെ റോയ്ക്ക് ഒരു മാറ്റവും പറ്റില്ല. 1 2 -1 4 1 2 -1 4. രണ്ടാമത്തെ റോയില് 2 - 2 ശരിയല്ലേ? 2 മൈനസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 2 2 - 2 എന്താണ്? 0. അടുത്ത 4 - 2 × 2 എന്താണ്? 4. അപ്പൊ 4 - 4 അതും എന്താണ്? 0. ദെൻ അടുത്ത 3 - -1 3 മൈനസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 - 2 × -1 അതായത് 3 + 2 3 + 2 എത്രയാണ്? 5. ഓക്കെ, സോ 5. ദെൻ അടുത്ത് എന്തായിരുന്നു? അടുത്ത് 5 - 2 × 4 അതായത് 5 - 8 5 - 8 എന്താണ്? -3 -3. ഓക്കെ, ദെൻ അടുത്ത റോയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ആഡ് ചെയ്താൽ മതി. -1 + 1 എന്താ? 0. ഓക്കെ, ദെൻ -2 + 2 അതും എന്താണ്? 0. ദെൻ 6 - 1 6ഉം -1ഉം ആഡ് ചെയ്യുക. 6 - 1 എന്താണ്? 5. ദെൻ അടുത്ത് -7 + 4 -7 + 4 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -3. സോ -3. ഓക്കെ അല്ലേ? നൗ ഇനി നമ്മൾ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും നോക്കി കഴിഞ്ഞാൽ രണ്ടും എന്താണ്? സിമിലർ ആണ്. ശരിയല്ലേ? സോ അത് നമ്മൾ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് R3 tends to R3 - R2 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. 1 2 -1 4
ദെൻ 0 0 5 -3. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റോ 0 - 0 എന്താ 0, 0 - 0 വീണ്ടും 0, 5 - 5 അതെന്താ 0, -3 -3 +3 അതെന്താ 0. ഓക്കെ, എനിക്ക് ഈ രീതിയിൽ കിട്ടി. ഇനി ഈ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് കാൽക്കുലേഷന്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നോക്കേണ്ട കാര്യം, വെരിഫൈ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റോ, ഈ മെട്രിക്സിന്റെ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ മെട്രിക്സിന്റെ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ 0 ആണ്. സോ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയി കഴിഞ്ഞാൽ അത് ലീനിയർ ഡിപ്പെൻഡന്റ് സിസ്റ്റം ആണെന്ന് പറയാം. ലീനിയർ ഡിപ്പെൻഡന്റ് സിസ്റ്റം ആണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ. നമുക്ക് സാധാരണ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യുക, മെട്രിക്സിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. അതായത് ഈ തന്നിരിക്കുന്ന ഓരോ വെക്ടേഴ്സും മെട്രിക്സിന്റെ റോ വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, ഓരോരോ റോ ആയിട്ട് അറേഞ്ച് ചെയ്യുക. നൗ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് പഴയതുപോലെ തന്നെയാണ്. നമ്മൾ സാധാരണ രീതിയിൽ റോ വൈസ് ഉള്ള ഓപ്പറേഷൻസ് ചെയ്തതിന് ശേഷം മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്ര സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആകുന്നുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ അത് എന്ത് സിസ്റ്റം ആണെന്ന് പറയാം, ഒരു ലീനിയർലി ഡിപ്പെൻഡന്റ് സിസ്റ്റം ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇവിടെ ഇപ്പൊ എന്താണ്, ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയി. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ലീനിയർലി ഡിപ്പെൻഡന്റ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് x1 x2 x3 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. നോക്കാം ഇൻഡിപെൻഡന്റ് ആണോ എന്ന്. സോ ആദ്യം എന്ത് ചെയ്യുക, ആ വെക്ടർ മെട്രിക്സ് ഫോം ചെയ്യുക. മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 2 2 1 -2 2 -2 1. ഓക്കെ അല്ലേ, പഴയ ഓപ്പറേഷൻ തന്നെയാണ്. R2 ടെൻസ് ടു R2 -2 ആണ്. സോ 2R1. അതുപോലെ R3 ടെൻസ് ടു R3 മൈനസ് അതും എന്ത് തന്നെയാണ് 2R1. ഓക്കെ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1 2 2. ഓക്കെ, നൗ 2 മൈനസ് എന്താ പറയുക, 2 - 2 എന്താ 0. 1 മൈനസ് എന്ത് വരും, 1 - 4 എന്ത് വരും, -3. അടുത്ത -2 -4 -2 ഇവിടെ എന്താണ് 2 × 2 അത് എത്രയാണ് 4. -2 -4 അത് എത്രയാണ് -6. ദെൻ 2 മൈനസ് ഇവിടെയും എന്ത് തന്നെയാണ് 2 - 2 × 1 അതെന്താണ് 2 അല്ലേ. 2 - 2 എന്താണ് 0. ഓക്കെ, -2 - 2 × 2 2 × 2 എത്രയാണ് 4. -2 - 2 × 2 -2 -4 -2 -4 എത്ര വരും -6. ഓക്കെ, ദെൻ 1 - 2 × 2 എന്താണ് 4. 1 - 4 എന്ന് പറയുന്നത് -3. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയുടെയും പ്രത്യേകത എന്താണ്, ഇതിന്റെ അതായത് മൂന്നാമത്തെ റോയുടെ -6 ആണ്, മറ്റേതിൽ എത്രയാണ് -3 ആണ്. അപ്പോ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ R3 ടെൻസ് ടു R3 - 2R2. കാരണം R3 എന്താണ് -6. 2 × R2 എന്ന് പറയുമ്പോൾ 2 × -3 അത് -6 തമ്മിൽ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. നോക്കാം. സോ ആദ്യത്തെ റോയ്ക്ക് ഒന്നും സംഭവിക്കില്ല, 1 2 2. അടുത്ത റോയ്ക്ക് എന്താ സംഭവിക്കുന്നത്, 0 -3 -6 0 -3 -6. ദെൻ അടുത്ത് 0 2 × 0 അത് 0 തന്നെയാണ്. സോ 0. നൗ അടുത്ത എന്താ വരുന്നത് -6 -2 × -3 അതായത് -6 + 6 അതെന്തായി മാറും 0 ആയി മാറും. ദെൻ അടുത്ത് എന്താ വരുന്നത് -3 -2 × -6. ഓക്കെ, -3 -2 × -6 അതായത് -3 + 12. ഓക്കെ അല്ലേ, -3 -2 -3 -2 × -6 -3 + 12 എത്രയാ വരിക 9.
ഓക്കെ, ഇനിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റോയെ കംപ്ലീറ്റ്ലി ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല. അപ്പൊ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ ആയില്ല എങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സിസ്റ്റം. ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ ആയാലാണ് അത് എന്ത് സിസ്റ്റം എന്ന് പറയുന്നത്? ഡിപെൻഡന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പൊ എന്താണ്? ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ ആകുന്നില്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് സിസ്റ്റം. ഇൻഡിപെൻഡന്റ് സിസ്റ്റം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ലീനിയർലി ഇൻഡിപെൻഡൻസി അഥവാ ഡിപെൻഡൻസി ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് വെക്ടേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, അത് ഒരു മെട്രിക്സിന്റെ രൂപത്തിൽ ഫോം ചെയ്യുക. ആ മെട്രിക്സിന്റെ രൂപത്തിൽ ഫോം ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുക? എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ, അതായത് എല്ലാ എലമെന്റും എന്താവണം? സീറോ ആവണം. ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ ആയാൽ ആ സിസ്റ്റം എന്ത് സിസ്റ്റമാണ്? ലീനിയർലി ഡിപെൻഡന്റ് സിസ്റ്റം ആണ്. മിനിമം ഒരു എലമെന്റ് എങ്കിലും അവിടെ ലാസ്റ്റ് റോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. സോ ഇതിന്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്